സ്വകാര്യ സർവകലാശാല വരുന്നതുകൊണ്ട് സാമൂഹ്യനീതിയുടെ പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ പറയുന്നു. സ്വകാര്യ സർവകലാശാലകളെ കയറൂരി വിടില്ല. നടപടികളിലെ കാലതാമസവും സാങ്കേതികവിദ്യ പ്രയോഗിക്കുന്നതിലെ പരിമിതിയുമാണ് കേരളത്തിലെ സർവകലാശാലകളുടെ പ്രധാന പ്രശ്നം. സ്വകാര്യ സർവകലാശാല വരുമ്പോൾ ഈ സ്ഥിതി മാറും. മെറിറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കുമെന്നും രാജൻ ഗുരുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം കേൾക്കാം. സാമൂഹ്യമായ രീതിയിൽ നോക്കിയാൽ പല തട്ടുകളിലായിട്ടാണ് ഇപ്പോഴും ഉന്നത വിദ്യാഭ്യാസം നടക്കുന്നത്. പ്രൈവറ്റ് സർവകലാശാല വരുമ്പോൾ പെട്ടെന്നൊരു സാമൂഹ്യ നീതിയുടെ വിഷയം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന സ്വകാര്യ സർവകലാശാലകളെ അങ്ങനെ കയറൂരി വിടാനുള്ള ഒരു സംവിധാനം അല്ല. അവസര സമത്വം ചോദ്യം ചെയ്യാൻ ഒരു സ്വകാര്യ സർവകലാശാലയെയും അനുവദിക്കില്ല. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആർ ശ്രീജിത്ത്, ഈ സ്വകാര്യ സർവകലാശാലയും വിദേശ സർവകലാശാലയ്ക്കും അനുമതി നൽകിക്കൊണ്ടുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഈ ഇടത് സൈദ്ധാന്തികരെയും ഇടത് അധ്യാപക നേതാക്കളെയും ഒക്കെ അത് വിശദീകരിക്കാനും ന്യായീകരിക്കാനും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടോ? അരുൺ, എന്തിനെയാണോ ഇതുവരെ എതിർത്ത് പോന്നിരുന്നത് അതിനെ വാരിപ്പുണരേണ്ട ഒരു വിഷമസന്ധിയിലാണ് ഇടത് സൈദ്ധാന്തികരും അധ്യാപക സംഘടനകളും ഒക്കെ ഉള്ളത്. എന്നാൽ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നേതാക്കന്മാരും അധ്യാപക സംഘടനാ നേതാക്കളും മറ്റുമുണ്ട് എന്നതും വാസ്തവം തന്നെ. അതുപോലെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവസര സമത്വത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയും. അതുകൊണ്ട് സ്വകാര്യ സർവകലാശാലകളെ അവസര സമത്വത്തിൻ്റെ കാര്യത്തിൽ വെല്ലുവിളി ഉയർത്താൻ അനുവദിക്കില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞതും ഇതുതന്നെയാണ്. സർക്കാരിൻ്റെ റെഗുലേഷൻ ഉണ്ടാവും. എന്നാൽ സാമൂഹ്യനീതിയുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ നമ്മുടെ പൊതു സമൂഹത്തിൽ ഒരു അന്തരം നിലനിൽക്കുന്നുണ്ട്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നപ്പോൾ തന്നെ അത്തരമൊരു അന്തരമുണ്ട്. ആ സാമൂഹ്യ യാഥാർത്ഥ്യത്തിൽ നിന്ന് വേണം. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനാണ് രാജൻ ഗുരുക്കൾ. രാജൻ ഗുരുക്കൾ പറയുന്നത് അവസര സമത്വം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നാണ്. സ്വകാര്യ സർവകലാശാല വന്നാൽ സർവകലാശാലകളുടെ റിക്രൂട്ട്മെൻറ്റും സർവകലാശാലകളുടെ പരീക്ഷയും സർവകലാശാലകളുടെ അസൈൻമെൻറ്റും സർവകലാശാല തീരുമാനിക്കും. അതിന് പിന്നെ UGCക്കോ നിലവിൽ നമ്മളുടെ സർക്കാരിനോ അതിൽ ഇടപെടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്.